ഈ കേസിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയാൻ FIS പ്രകാരം ഈ കേസിലെ CW1 അതായത് കേസിലെ PW1 അതിജീവിത പറഞ്ഞിരിക്കുന്നത് ഇയാളുടെ ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്സ് ഡേറ്റ് എന്ന് പറയുന്നത് 23/9/2019 എന്നതാണ്. പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന നമ്മുടെ കക്ഷി സംഗീത് രാജ് ഈ അതിജീവിതയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഡേറ്റ് 8/10/2019. ഈ ഡേറ്റാണ് ഈ കേസിലെ മറ്റൊരു വഴിത്തിരിവായി സംഭവിച്ചത്. അതിൽ സ്വാഭാവികമായിട്ടും 28-30 ഡേയ്സ് ആണ് മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ കേസിൽ തന്നെ അതിജീവിത മറ്റൊരു മൊഴിയും പറഞ്ഞിട്ടുണ്ട്. സംഗീത് രാജിനെ യഥാർത്ഥ പ്രതിയായ ശ്രീഹരി പരിചയപ്പെടുത്തുന്നത് മെൻസ്ട്രുവൽ പീരീഡ് മിസ്സായ ശേഷം മാത്രമാണ് സംഗീത് രാജിനെ ശ്രീഹരി പരിചയപ്പെടുത്തുന്നത് എന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒക്ടോബർ 23 ശേഷമാണ് സംഗീത് രാജിനെ ശ്രീഹരി പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും വഴിത്തിരിവ് എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ് ആണ്. സ്വാഭാവികമായിട്ടും 8/10/2019 സംഗീത് രാജ് PW1 പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വെറും കള്ളവ് മാത്രമാണെന്നും പോലീസുകാരുടെ മലീഷ്യസ് പ്രോസിക്യൂഷന് പോലീസുകാർ വിധേയരാകും എന്ന് കണ്ടുകൊണ്ട് അവർ മനഃപൂർവ്വം അതിജീവിതയെ ഉപയോഗിച്ച് അതിജീവിതയെ സ്വാധീനിച്ച് സംഗീത് രാജിനെതിരെയും ഇങ്ങനൊരു മൊഴി പറയണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് 92 ദിവസമാണ് നിരപരാധിയായ സംഗീത് രാജിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നത്. പെൺകുട്ടിയുടെ ആർത്തവ തീയതികളും ഗർഭകാലയളവിലെ മെഡിക്കൽ രേഖകളും ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇതിലെ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തിയതോടെയാണ് ഗർഭം ധരിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ പരിചയപ്പെട്ടതെന്ന വലിയ സത്യത്തിലേക്ക് ഞങ്ങൾ എത്തിയത്.